ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ഓൺ ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 10th ജനറേഷൻ i3 സിസ്റ്റത്തിൻ്റെ അസംബ്ലിയും പിന്നെ അതിനുപയോഗിച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷനും ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 10th ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന H410M2 എന്ന് പറയുന്ന മദർബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് MRP ഏകദേശം വരുന്നത് 8500 MRP വരുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് 8GB റാമാണ് എടുത്തിരിക്കുന്നത്. ക്രൂഷ്യലിൻ്റെ 8GB റാമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ MRP ഏകദേശം 3000 രൂപയാണ് MRP പറഞ്ഞിരിക്കുന്നത്. പിന്നെ SSD PNYയുടെ SSD ആണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം തീരെ കുഴപ്പമില്ലാത്തത് 120GB SSD. അതിന് MRP ഏകദേശം വരുന്നത് 3 year വാറണ്ടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 3499 വരുന്നത്. പിന്നെ പ്രോസസ്സർ വന്നിട്ട് ഗ്രാഫിക്സ് ഉള്ള ടൈപ്പാണ്. F എന്ന് പറഞ്ഞ് i3 ഈ 9th 10th പിന്നെ 8th അതിലൊക്കെ വന്നിട്ട് ആ ജനറേഷൻ മുതൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ പ്രോസസ്സറുകൾക്കും ഗ്രാഫിക്സ് ഉള്ള പ്രോസസ്സറുണ്ട്, ഗ്രാഫിക്സ് ഇല്ലാത്ത പ്രോസസ്സറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാഫിക്സ് ഇല്ലാത്ത ടൈപ്പ് പ്രോസസ്സറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. F നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഗ്രാഫിക്സ് ഉള്ള ടൈപ്പാണ്. അതായത് ഈ പ്രോസസ്സറിനകത്ത് തന്നെ ഗ്രാഫിക്സ് വരുന്നത്. F വന്നിട്ട് ഗ്രാഫിക്സ് ഇല്ലാത്തതും F അല്ലാത്തത് ഗ്രാഫിക്സ് ഉള്ളതുമാണ്. ഇപ്പോൾ 10th ജനറേഷൻ i3 ഗ്രാഫിക്സ് ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കാം. നമുക്കിതെല്ലാം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇതിൽ അടിച്ചിരിക്കുന്ന MRP കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ആരെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടൂ, നമുക്ക് സിസ്റ്റം അസംബിൾ ചെയ്യാം. ഏകദേശം 19,000 രൂപയാണ് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലായതുകൊണ്ട് തന്നെ ഞാൻ എത്രയാണെന്നൊന്നും പറയുന്നില്ല. ടോട്ടൽ ഇത് ചെയ്തു വരുമ്പം ആവശ്യക്കാർ കമൻ്റ് അയയ്ക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഗ്രേസ് ഓൺ ഇൻഫോ സിസ്റ്റത്തിൻ്റെ ആ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ സിസ്റ്റമാണ് ഇന്നത്തെ അസംബ്ലി. സിസ്റ്റം മാത്രമാണ് കസ്റ്റമറിന് ആവശ്യം. അപ്പോൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അസംബിൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പെർഫോമൻസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇത് ക്യാബിനറ്റിനകത്ത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുറത്ത് വെച്ചിട്ട്, അതായത് എല്ലാ കണക്ഷനും കൊടുത്ത് ഡിസ്പ്ലേ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് ഫസ്റ്റത്തെ പരിപാടി. പുതിയതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോഴേ മാനുഫാക്ചറിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളുണ്ടെങ്കിൽ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പൊളിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം പുറമേ വെച്ച് ഡിസ്പ്ലേ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് കാണാം. നമ്മുടെ 10th ജനറേഷൻ്റെ ലോഗോ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനിളകി നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിലോട്ടിക്കണം. ഇതോടുകൂടി കാണിക്കാം. പ്രോസസ്സർ ആക്ച്വലി ഇങ്ങനെയായിരിക്കും വരുന്നത് ഈ കവറിൽ നിന്ന് പുറത്തെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും നോക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് വെച്ച് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. smbs ആയിട്ട് മദർബോർഡിൽ പ്രോസസ്സർ, റാം എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ടോ, മോണിറ്ററിലേക്ക് സിഗ്നൽ വരുന്നുണ്ടോ, ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. പവർ ഓൺ ചെയ്ത് ഫാൻ കറങ്ങി നോക്കാം. ഓക്കെ, ഓണായി ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇത് നോക്കാമെങ്കിൽ അതിൻ്റെ ബയോസിൻ്റെ വേർഷനും i3, അതിൻ്റെ സ്പീഡ് CPU സ്പീഡ് 3.6, 8GB റാം അങ്ങനെ തുടങ്ങിയുള്ളതെല്ലാം ഓണായി വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ, മറ്റു കാര്യങ്ങൾ, ഫാനിൻ്റെ RPM, മറ്റു കാര്യങ്ങളെല്ലാം ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ക്യാബിനറ്റിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ അസംബ്ലി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് സ്ട്രക്ചേർഡ് കേബിളിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ ഓൺ ചെയ്ത് നോക്കാം.
ഓക്കെ, കറങ്ങുന്നുണ്ട്. ഗിഗാബൈറ്റ് എന്നുള്ള എഴുതി കാണിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാം. നമുക്ക് എന്തായാലും അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് നോക്കാം. റീസ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, റീസ്റ്റാർട്ട് എത്ര സമയം എടുക്കുന്നു? നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ LED ആണ് ഓഫായി, സെക്കൻഡ് ബൈക്ക് ഓഫായി, അടുത്ത് ഓണായി വരികയാണ്. ഓക്കെ, അതിൻ്റെ ജിഗാബൈറ്റ് മദർബോർഡിൻ്റെ പേര് എഴുതി സ്റ്റാർട്ടപ്പ് വഴി സ്ക്രീനെത്തി, വെൽക്കം സ്ക്രീനെത്തി, വിൻഡോസ് എത്തി. അതാണ് ഫാസ്റ്റ്. ഓക്കെ, i3 10th ജനറേഷൻ വിത്ത് ഗ്രാഫിക്സ് വരുന്ന. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.